എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് മുതലേ ബൈബിൾ വായിക്കുമ്പോഴും പള്ളിയിലൊക്കെ പ്രസംഗം പറയുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുമെന്നുള്ളത്. ആത്മാവിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഞാൻ അന്നൊക്കെ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിലാണ്. കാരണം സമ്പത്തിലുള്ള ദാരിദ്ര്യം, ഭക്ഷണത്തിലുള്ള ദാരിദ്ര്യം, വസ്ത്രങ്ങളില്ലാത്ത അവസ്ഥയിലുള്ള ദാരിദ്ര്യം, ഇങ്ങനെ പലതരത്തിലുള്ള ദാരിദ്ര്യ അവസ്ഥകൾ നമുക്കറിയാം. എന്നാൽ ഈ ആത്മാവിൽ എങ്ങനെയാണ് ദാരിദ്ര്യം അനുഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു. കാരണം ആത്മാവിലെ ദരിദ്രരാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മീയമായ തകർച്ചയാണ് കാണിക്കുന്നത്. കാരണം ധാരാളം നന്മകളും പുണ്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആത്മാവിൽ സമ്പന്നനാവുകയാണ് ചെയ്യുക. കാരണം ആ ഒരു നന്മകളെല്ലാം അവൻ്റെ ആത്മാവിനൊരു മുതൽക്കൂട്ടായിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ആത്മാവിൽ ദരിദ്രരാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ സാധിക്കുക? ഇത് ഞാൻ വളരെ ചെറുപ്പം മുതലേ തന്നെ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളെല്ലാവരും ഭൗതികമായ കാര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. അതായത് സമ്പത്ത്, പ്രതാപം, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ആവശ്യത്തിന് ഭക്ഷണം, വസ്ത്രം, നല്ല വീട്, വാഹനങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മൾ സമ്പന്നരാണെന്ന് നമുക്കും മറ്റുള്ളവർക്കും തോന്നുന്നത്. എന്നാൽ ചിലപ്പോഴെങ്കിലും ചില വ്യക്തികളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും എത്രമാത്രം സൗകര്യങ്ങളുണ്ടെങ്കിലും എളിമയിൽ ജീവിക്കുന്ന ചില വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ഇപ്പോൾ എത്രമാത്രം വില കൂടിയ വസ്ത്രമണിഞ്ഞാലും, എത്ര വലിയ കൊട്ടാരം പോലെയുള്ള വീടുകളിൽ താമസിച്ചാലും, എത്ര മനോഹരമായ വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിച്ചാലും അതെല്ലാം ദൈവം തന്നതാണ്, ഇതൊന്നും എൻ്റേതല്ല. ദൈവം എപ്പോൾ ഇതൊക്കെ തിരിച്ചെടുക്കുന്നു അപ്പോൾ ഞാൻ വെറും ശൂന്യതയായി മാറും. പിന്നീട് എനിക്കൊന്നും അർഹതപ്പെടാനില്ല. ആ ഒരു തിരിച്ചറിവോടുകൂടി എത്രമാത്രം സമ്പൽ സമൃദ്ധി ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം നടുക്ക് വളരെ വലിയൊരു ശൂന്യമായ മനസ്സോടുകൂടി, ദരിദ്രമായൊരു മനസ്സോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ അതിന് പറയുന്ന പേരാണ് ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യമെന്ന്. ഇത്തരത്തിൽ ആത്മാവിൽ ദരിദ്രരായി ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളെ അഹങ്കാരം ബാധിക്കുകയില്ല. അഹങ്കാരം പോയിട്ടൊന്ന് ആത്മാർത്ഥമായിട്ട് അഭിമാനിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. കാരണം ഇതെല്ലാം ദൈവം എനിക്ക് തന്ന ദാനങ്ങൾ മാത്രമാണ്. ഞാനത് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് അനുഭവിക്കുന്നത്. അല്ലാതെ എൻ്റെ അധ്വാനത്തിൻ്റെയോ എൻ്റെ സാമർഥ്യത്തിൻ്റെയോ ഒന്നും ഫലമല്ല ഇത് എന്നൊരു വ്യക്തി ചിന്തിക്കുന്നിടത്ത് ആ വ്യക്തിയിൽ അനുഭവപ്പെടുന്നതാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ളൊരു വ്യക്തി സ്വർഗരാജ്യം അവകാശപ്പെടുത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം അവിടുന്ന് അഹങ്കാരികളെ ചിതറിക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. എളിയവർക്കുള്ളതാണ് സ്വർഗരാജ്യം. സ്വർഗത്തിൽ എപ്പോഴും അഹങ്കാരികളല്ല പ്രവേശിക്കുക, പകരം എളിമയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവാശ്രയ ബോധത്തോടുകൂടി വളരുന്ന വ്യക്തികളാണ് സ്വർഗരാജ്യം അവകാശമാക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ആ വചനം വളരെ അന്വർത്ഥമാണ്, ആശയസമ്പുഷ്ടമാണ്. കാരണം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തും. ചില സഭാ നേതാക്കന്മാരൊക്കെ ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നെന്നും ആഡംബരമായ ജീവിത ശൈലികൾ അവലംബിക്കുന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല വിമർശനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. സത്യത്തിൽ അത് അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത്തരം ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, വലിയ മണിമാളികളിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സഭയും സഭാ സമൂഹവും അതുപോലെ തന്നെ ജനങ്ങളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അവരുടെ പദവിക്കും അവരുടെ സ്ഥാനമാനങ്ങൾക്കും അനുസരിച്ചുള്ള ശ്രേഷ്ഠമായൊരു സ്ഥാനം അവർക്ക് നൽകുന്നതിൻ്റെ ഭാഗമാണ് ഈ ആഡംബരങ്ങളും ആഡംബര വാഹനങ്ങൾ എന്ന് മറ്റുള്ളവർ പറയുന്ന ഈ സൗകര്യങ്ങളെല്ലാം. പകരം അതിനെല്ലാം നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നിടത്താണ് ആ ഒരു ദൈവികത നഷ്ടമായി തീരുന്നത്. എത്രമാത്രം വില കൂടിയ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും എത്രമാത്രം വലിയ മണിമാളികളിൽ താമസിക്കുമ്പോഴും ഈ സഭാ നേതാക്കന്മാരൊക്കെ ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു വലിയ ദാരിദ്ര്യമുണ്ട്. ഈ ഒരു സ്ഥാനമാനങ്ങളൊക്കെ തൻ്റെ അജഗണങ്ങൾ തങ്ങൾക്ക് നൽകിയൊരു സ്ഥാനമാണ്. ആ അജഗണത്തെ മേയ്ക്കാൻ വേണ്ടി
ആചരണങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതായി തീരാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കിട്ടിയ ഒരു സാഹചര്യത്തിൽ തങ്ങൾ ജീവിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഓരോ വ്യക്തികളും ചിന്തിക്കുക. അങ്ങനെ വിചാരിക്കുന്ന ഒരു നേതാവിന് ഒരിക്കലും ആ സമ്പത്തിൽ അഹങ്കരിക്കാനോ ആ ആർഭാടങ്ങളിൽ മതിമറന്ന് ജീവിക്കാനോ സാധിക്കുകയില്ല. പകരം മറ്റുള്ളവർക്ക് വേണ്ടി താൻ ഈ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോഴും ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് താൻ ആയിത്തീരുന്ന അവസ്ഥയിൽ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതൊന്നും ഹൃദയത്തിലേക്ക് ഏറ്റുന്നവരല്ല ഈ സഭാ നേതാക്കന്മാരാരും. അവരെല്ലാവരും ക്രിസ്തുവിൻ്റെ മാതൃകകളായിട്ട് ജീവിക്കുന്നത് കൊണ്ടും അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളിൽ ശ്രേഷ്ഠരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് കൊണ്ടും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ എളിയവരായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. എളിയവരെ ഉയർത്തുന്ന ദൈവം തീർച്ചയായും അവരിലുള്ള എളിമ നിറഞ്ഞ മനസ്സും എളിയ ചിന്താഗതികളും കണ്ടിട്ട് തന്നെയാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ ആർഭാടത്തിൽ ജീവിക്കുന്ന സഭാ നേതാക്കളായും അല്ലെങ്കിൽ ആർഭാടത്തിൽ മതിമറന്ന് മണിമാടുകളിൽ താമസിക്കുന്ന നേതാക്കളായൊന്നും ഇവരെ കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും അവരായിട്ട് ചോദിച്ചു വാങ്ങിക്കുന്ന കാര്യങ്ങളല്ല. അവർക്ക് മറ്റുള്ളവരാൽ കൊടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ താമസിക്കാനായിട്ട് നിർബന്ധിതമാകുന്ന ചില സാഹചര്യങ്ങളാണ് ഇതൊക്കെ. കാരണം ഒരു ശ്രേഷ്ഠമായ ഇരിക്കുന്ന വ്യക്തിക്ക് ആ ശ്രേഷ്ഠതയുടെ വലിയൊരു ബഹുമാനവും ആദരവും ഒക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായും അവരായിട്ടൊക്കെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വേണം. അവർ താമസിക്കുന്ന ഒരു ഇടം വേണം. അല്ലെങ്കിൽ അവർ വരുന്ന വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇന്ന വ്യക്തിയുടെ വാഹനമാണ്, നാം ബഹുമാനിക്കേണ്ട വ്യക്തിത്വമാണ് ഇതിനുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടി കൂടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ. അതിൽ കവിഞ്ഞുള്ള ഒരു അഹങ്കാര ഭാവത്തിലേക്കും പോകാനല്ല അവർ ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ചുരുക്കം ചില ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള ചില ചിന്തകളോ അല്ലെങ്കിൽ ജീവിത രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരും പലപ്പോഴും കടന്നു വരുന്നത് നമ്മുടെ തന്നെ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പല സ്വഭാവ ദൂഷ്യങ്ങളും അവരിലേക്ക് ചിലപ്പോൾ വന്നെന്ന് വരാം. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി ദൈവികമായൊരു സെലക്ഷനാണ് അവിടെ നടക്കുന്നതെന്ന് ഉള്ളൊരു വലിയ തിരിച്ചറിവോടുകൂടി അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആത്മാവിൽ ദരിദ്രരായി ജീവിക്കാനും ആ ഒരു ദാരിദ്ര്യത്തിൽ ആനന്ദം കണ്ടെത്താനും നമുക്ക് ശ്രമിക്കാം. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനോ അല്ലെങ്കിൽ അവൾക്കോ എപ്പോൾ എന്ത് നഷ്ടം വന്നാലും അതിലവർ അടിപതറില്ല. കാരണം ഒരിക്കലും അവർ ആ ഒരു സൗകര്യങ്ങളിൽ മതിമറന്നിട്ടുണ്ടാവുകയില്ല. എത്ര കൊട്ടാര സദൃശ്യമായ വീട്ടിൽ താമസിക്കുമ്പോഴും താൻ ഈ താമസിക്കുന്ന ഇടം തൻ്റേതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അതില്ലാതായി തീരുമ്പോഴും ആ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ എളിമയുള്ള എളിയ ചിന്തയോടുകൂടി ജീവിക്കുന്നത് നമുക്ക് തന്നെയാണ് ഏറെ ഉപകാരപ്പെടുക. എപ്പോഴും വിനയത്തോടുകൂടി എളിമയോടുകൂടി ജീവിക്കാനുള്ള വലിയൊരു ശക്തിയും അതിനുള്ളൊരു മാനസികാവസ്ഥയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. എളിയവരെ ഉയർത്തുന്ന ദൈവം തീർച്ചയായും നമ്മുടെ എളിമയും മാനിക്കും. എത്രമാത്രം നമ്മൾ എളിമപ്പെടുന്നോ അത്രമാത്രം നമ്മെ അവിടുന്ന് ഉയർത്തും. കാരണം അഹങ്കാരികളെ ചിതറിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അഹങ്കാരമാണ് പലപ്പോഴും ഈ ഭൂമിയിലുള്ള ഓരോ പ്രശ്നത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മൾ എല്ലാവരിലും ഏറ്റവും മുൻപന്തിയിലെത്തണം അല്ലെങ്കിൽ ഏറ്റവും മുൻപനാകണം എന്നുള്ള ആഗ്രഹം മൂലമാണ് നമ്മൾ മറ്റുള്ളവരുടെ മേൽ അതിക്രമങ്ങൾ കാണിക്കാനും മറ്റുള്ളവരുടെ സ്വത്തുകൾ വെട്ടിപ്പിടിക്കാനും അവരെ തരം താഴ്ത്താനൊക്കെ ഇടയാക്കുന്നത്. അതുകൊണ്ട് എളിമയുടേതായ ഒരു ജീവിതശൈലി അഭ്യസിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.